കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ലൈറ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ലാപ്പ് എടുത്തോ. ഓക്കെ. അമൽരാജ് ക്ലാസ് വരുന്ന പറഞ്ഞിട്ട് അവനാണോ വരുന്ന പറഞ്ഞേ? അടുത്ത ആഴ്ച ആണോ പറഞ്ഞേ? ആണോ? ആ ശരിയാ, മംഗലുണ്ടെന്ന് പറഞ്ഞു. ശരി. ബഷീർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നീ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതേത് ബഷീർ? നീ തന്നെയാണോ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓൺലൈനിൽ ഇപ്പം അമൽരാജ്, ഋഷാൻ, നീ അല്ലേ? വേറെ ആരാ? ഋഷാനാണോ? ശ്രീജിത്തുണ്ട്. നോക്കട്ടെ. വരാനുണ്ട് ഇനി. മുബാരിസ് ആണോ പറഞ്ഞത്? മുബാരിസ് അല്ലേ? ഋഷൻ, റോഷൻ, ശ്രീജിത്ത്, നിറ്റ, മുബാരിസ്, ജിസ്റ്റോ, അക്ഷര, രണ്ടുപേര് വരാനുണ്ട്. എന്തോ തൊടാം നമുക്ക്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ? ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇല്ലേ? പിന്നെ നമ്മൾ HTML ആണ് പഠിച്ചത്. HTML നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ, വെബ്സൈറ്റിന്റെ യൂസർ ഇന്റർഫേസ് ബിൽഡ് ചെയ്യാനാണ് HTML ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യമേ ഇപ്പൊ HTML മാത്രമല്ല, HTML, CS, JavaScript ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം HTML പഠിക്കുക. അപ്പൊ HTML നമ്മൾ പറഞ്ഞു നമ്മൾ എന്തിനു വേണ്ടി HTML ഉപയോഗിക്കുന്നത്? ശരിക്കും നമ്മുടെ ആ ഒരു വെബ്സൈറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയാ? ഫോർമാറ്റ് ചെയ്യാൻ. അങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് ചെയ്യാൻ. അതായത് ഒരു ഹെഡിങ്ങിനെ ഹെഡിങ് ആയിട്ടും, എന്താ ഒരു പാരഗ്രാഫിനെ പാരഗ്രാഫ് ആയിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ആ ഒരു ഇപ്പൊ കുറെ ഡേറ്റ നമ്മളൊരു വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് HTML ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇന്നലെ ഏതൊക്കെ ടാഗാ പഠിച്ചേ? H2, H1, H2 അല്ലെ, H6 വരെ. പിന്നെ പാരഗ്രാഫ് ടാഗ് ആയിട്ടുള്ള P ടാഗ്. വേറെ ഒന്നും പഠിച്ചില്ലല്ലോ. നമുക്ക് ആദ്യമേ കുറച്ച് ടാഗ്സ് നോക്കാം. നമ്മൾ ഫുൾ ടാഗ് ഒന്നും ചില പഠിക്കുക. ആദ്യം കുറച്ച് ടാഗ്സ് നോക്കും, പിന്നെ ഇടയ്ക്ക് നമ്മൾ CS പഠിക്കും, പിന്നെ കുറെ ടാഗ്സ് നോക്കും. അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് കോമൺലി യൂസ്ഡ് കുറെ ടാഗ്സ് ഉണ്ട്. ഇതിലേക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യമേ കുറച്ച് ടാഗ്സ് പഠിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ. 00 ഫസ്റ്റ് തന്നെ നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ H1 ടാഗും പഠിച്ചു, P ടാഗും പഠിച്ചു. ഓക്കെ. ഇനി അടുത്തൊരു ടാഗ് ഉണ്ട്, അതാണ് B ടാഗ്. ഓക്കെ. B എന്താ വെച്ചാൽ ബോൾഡ്. ഓക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ചുമ്മാ ഹലോ ഫ്രണ്ട്സ് ടൈപ്പ് ചെയ്തു, സേവ് ചെയ്തു. ഇപ്പൊ ഇത് ഞാൻ ഇട്ടേക്കുന്നത് B എന്ന് പറഞ്ഞ ടാഗില. B എന്ന് വെച്ചാൽ ബോൾഡ് ടാഗ്. ഓക്കെ. ഞാനത് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഇത് എടുത്ത് നോക്കാം. നോക്കിയേ. നോക്കിയേ, അതൊരു ടെക്സ്റ്റ് ആണ്. ഈ ടെക്സ്റ്റിന്റെ സൈസ് എന്താ? നോർമൽ സൈസ് ആണ്. ഓക്കെ. പക്ഷെ അതെന്ത് ചെയ്തു? ബോൾഡ് ആയിട്ട് വന്നു. ഓക്കെ അല്ലോ? നോർമൽ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ B ടാഗ്. പക്ഷെ H1 H2 ഒക്കെ ആണെങ്കിൽ സൈസ് മാറും, സൈസ് കൂടും കുറയില്ലേ. പക്ഷെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് B ടാഗ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ടാഗ് ഉണ്ട്, അതാണ് I ടാഗ്, ഇറ്റാലിക്. ഇതെന്തിനായിരിക്കും? ചരിച്ച് എഴുതാൻ വേണ്ടി ഇല്ലേ? ഇപ്പൊ ഇവിടെ ഉണ്ട് ഹലോ ഫ്രണ്ട്സ്, ഇവിടെയും കൊടുക്കാം. അപ്പൊ നോക്കിയേ, കണ്ടോ? ചരിഞ്ഞു വന്നു.
അപ്പൊ ഇങ്ങനെ ചരിച്ചെഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഇറ്റാലിക് ഉപയോഗിക്കുക. ഇപ്പൊ ബി ടാഗ് കൊണ്ട് ഇപ്പൊ ഒരുപാട് ടാഗുകളുണ്ട് ഇടാൻ പറ്റും. നിനക്കിപ്പോ പാരഗ്രാഫിനകത്ത് ഇപ്പൊ നോക്കിയേ പി ടാഗ് ഇതുണ്ട്, ഇത് പി ടാഗ് അല്ലേ. അപ്പൊ എനിക്ക് ഈ പാരഗ്രാഫിനകത്ത് ഈ ഫാൽക്കൺസ് ഫറി എന്ന് പറഞ്ഞിട്ട് ഈ എഴുതിയ സാധനമല്ലേ, ഇത് മാത്രം എനിക്ക് ബോൾഡ് ആക്കണം എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് വെച്ചാൽ എനിക്ക് ഇവിടെ ബി ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ആ ടെക്സ്റ്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ഇടുന്നു. ആ ടെക്സ്റ്റ് മാത്രം ബി ടാഗ് വരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നോക്കി എങ്ങനെയാണെന്ന് കണ്ടോ. ഇങ്ങനെ നമുക്ക് എഴുതാം, ഇറ്റാലിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം. ആ ബി ടാഗ്, അതായത് ഫുൾ ആദ്യം പി ടാഗ് ആണ്, ആ ഫുൾ ടെക്സ്റ്റ് കിടക്കുന്ന ഒരു പാരഗ്രാഫ് ടാഗില, പി ടാഗില, കണ്ടോ. എന്നിട്ട് നമ്മൾ ആ പി ടാഗിനുള്ളിൽ നമുക്ക് ഈ ടെക്സ്റ്റ് മാത്രം നമുക്ക് ബോൾഡ് ആക്കണം. അപ്പൊ എന്ത് ചെയ്തു, ആ ടെക്സ്റ്റ് മാത്രം നമ്മൾ ആ പി ടാഗിനുള്ളിൽ ബി ടാഗ് കിട്ടും. കണ്ടോ, മനസ്സിലായത്? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് ടാഗുകൾ. നമുക്ക് അടുത്ത ടാഗ് നോക്കാം. നമുക്ക് കുറച്ച് ടാഗുകൾ പഠിക്കാം ആദ്യമേ, ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യമേ ഏതൊക്കെ നോക്കി, H1 നോക്കി, P നോക്കി, B നോക്കി, I നോക്കി. ഇനിയും ടാഗുകളുണ്ട്, ഇവിടെ നോക്കാം. അടുത്ത ടാഗാണ് ലിസ്റ്റ് ടാഗ്. അതായത് നമുക്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ലിസ്റ്റ്, അതായത് നമ്മളിപ്പോ എന്താ, ഇപ്പൊ നമ്മൾ കടയിൽ പോകുന്നു, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോയിന്റ്സ് ഇട്ടിട്ട് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം. ഇല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അഡ്വാൻറ്റേജസ്, അപ്പൊ നമുക്ക് ഒരു ലിസ്റ്റ് വേണം. ഏതായിരുന്നു പേരെന്തായിരുന്നു? ഇന്നലെ ഉണ്ടായിരുന്നോ ക്ലാസ്സില്? 3 പേരുണ്ടായിരുന്നോ? നിനക്ക് HTML അറിയോ? റെക്കോർഡിങ്സ് കണ്ടോ? നിങ്ങൾ 3 ഒന്നിച്ച് പഠിച്ചതാണോ? ഏത് കോളേജായിരുന്നു? എവിടെ എവിടെ? കോളേജിലാ. അവിടെ പഠിച്ച വേറെ ആരുണ്ടല്ലോ? നീ ഓൺലൈനിൽ നിന്ന് ആരും പറഞ്ഞല്ലേ? പേരെന്തായിരുന്നു? ശ്രീജിത്ത്. നീ ഇല്ലായിരുന്നല്ലോ ഇന്നലെ ഓൺലൈനിൽ? ഉണ്ടായിരുന്നോ? റോഷ, ശരി, ഉണ്ടായിരുന്നു. ഇപ്പൊ ടീച്ച്മെന്റ് കയറണം കേട്ടോ നിങ്ങൾ. നിനക്കറിയോ ടീച്ച്മെന്റ് ഈ ആപ്ലിക്കേഷൻ? ഒന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്ത് 5 മിനിറ്റ് ഇരിക്കുക, പിന്നെ ഇറങ്ങിക്കോ. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ആവും. എല്ലാ ദിവസവും ചെയ്യണേ. ഹലോ, അഡ്മിൻ കേൾക്കുന്നുണ്ടോ? അഡ്മിൻ കേൾക്കുന്നുണ്ടോ? ഹലോ, അഡ്മിൻ കേൾക്കുന്നുണ്ടോ? ഹലോ, നോക്കാം നമുക്ക്. സെറ്റാ നിങ്ങള്? നിന്റെ VS Code ഉണ്ടോടാ? ഇപ്പൊ നോക്കിയാലോ ബാക്കി. സൗണ്ട് ഇയർഫോൺസ് ഉണ്ടോ ഇതില്? ഉണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തേക്ക്. സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം കുറയത്തില്ല. ഇല്ലേ, വയർ കുത്താൻ പറ്റുമോ? അല്ല കുഴപ്പമില്ല, ബാഗ് വെച്ചാലും മതി. ഇല്ല, അതിനകത്ത് മൊബൈൽ ആപ്പ് വഴി ചെയ്യാൻ പറ്റില്ല. സൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല, ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. എടാ നീ അത് ഏറ്റവും ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ബാഗ് വെച്ചിട്ടെ. ലാപ്പിൽ കയറിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ലാപ്പിൽ കയറാൻ പറ്റില്ല, ലാപ്പിൽ കയറി. ലാപ്പിൽ വെബില് ക്രോമിനകത്ത്. ഇപ്പൊ നീ എത്ര നേരമായി കയറിയിട്ട്? അപ്പൊ എക്സിറ്റ് ചെയ്തോ, കുഴപ്പമില്ല. എടാ വൈഫൈയുടെ പാസ്വേഡ് നീ ഇവിടെ വൈഫൈ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ.
എന്തോ അത് മാക് അഡ്രസ് കൊടുത്തായിരുന്നോ? ഇല്ല, ആരും കൊടുത്തായിരുന്നു മാക് അഡ്രസ്? ഓക്കെ, അപ്പൊ അത് ഷെയർ ചെയ്യാൻ വേണ്ടി കോഡിനകത്ത് പറയാം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലാപ്പിന്റെ മാക് അഡ്രസ് കൊടുക്കണം, എന്നിട്ട് അത് അപ്രൂവ് ചെയ്തിട്ടേ കിട്ടുള്ളൂ. തൽക്കാലം മറ്റേ വയർ ഇത് അവിടെ എത്ര വയറുണ്ട്? ഉണ്ടോ? എനിക്ക് നോക്കിക്കോ. ഓക്കെ, അപ്പൊ നമ്മള് 2 ടാഗ് കൂടെ പഠിച്ചു. ഒന്ന് ബി ടാഗ്. ഓക്കെ, ഇപ്പൊ വന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ബി ടാഗ് എന്താ വെച്ചാൽ ബോൾഡ് ആക്കാൻ വേണ്ടിയുള്ള ടാഗ്. അപ്പൊ അതിന്റെ റിസൾട്ട് നോക്കിയേ, കണ്ടോ? നമ്മൾ ബി ടാഗ് ഇട്ട് അതിനകത്ത് ടെക്സ്റ്റ് എഴുതിയാൽ ആ ടെക്സ്റ്റ് ബോൾഡ് ആവും. ഓക്കെ, പിന്നാണ് ഇറ്റാലിക് ടാഗ്. ഓക്കെ, അവിടെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ കോർഡിനേറ്ററിൽ. വൈഫൈ സെറ്റിംഗ്സ് എടുത്താൽ മതി, അവിടെ കിട്ടും മാക് അഡ്രസ്. ഇൻട്രസ്റ്റ് അല്ലേ എല്ലാവർക്കും? കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോടാ? കിട്ടിയോ? കട്ടായോ? എന്നാലും വേറെ കുത്തിക്കോ, വേറെ ഉണ്ടെങ്കിൽ വേറെ കുത്തിക്കോ. അതുകൊണ്ടാ അതല്ല, ഒരുപാട് ആളായി കഴിയുമ്പോഴേ വൈഫൈ ചിലപ്പം ഡൗൺ ആവും.
എന്താ പഠിച്ചത്? എനിക്ക് ആ സമയത്ത് സിറ്റുവേഷൻ പിന്നെ 25 സംതിങ് ആ സമയത്ത് സിറ്റുവേഷൻ ഫോണിലൊക്കെ സത്യം ഞാൻ വീട്ടിലേക്ക് ഞാൻ കാര്യങ്ങൾ കോട്ടയം ഓക്കെ, അപ്പൊ നമ്മള് ബീറ്റാഗോ ഐറ്റാഗോ മനസ്സിലായത്?
ബീറ്റ എന്തിനു വേണ്ടിയാ? ബോൾഡ്. ഐ ഇറ്റാലിക്കാക്കാൻ. ഓക്കെ, അടുത്ത ടാഗ് നോക്കാം. അടുത്താണ് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ UL എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്ന അവസാനം. ഇതിന് പ്രത്യേകത ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പം UL എന്ന് വെച്ചാൽ അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ ആണല്ലോ, അതാണ് അതിനർത്ഥം, അൺഓർഡേർഡ് ലിസ്റ്റ്. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ലിസ്റ്റ് എഴുതുമ്പോഴേ ഒരു പോയിന്റ് ആയിട്ടല്ലേ വരിക അല്ലേ? ഇപ്പൊ ഞാൻ ഒരു ഫ്രൂട്ട്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ഓരോ പോയിന്റും LA എന്ന് പറയുന്ന ഒരു ടാഗിനകത്ത് വേണം എഴുതാൻ. ഓക്കെ, അടുത്ത എഴുതുമ്പോൾ അടുത്ത LA. നിങ്ങൾക്ക് അറിയില്ല കോപ്പി ചെയ്ത് താഴേക്ക് ഇടാൻ, അറ്റത്ത് കൊണ്ടുവെക്കുക, കൺട്രോൾ C കൺട്രോൾ V അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു UL ആദ്യം ഓപ്പൺ ചെയ്തു. ഇത് എഴുതണം, നിർബന്ധമാണ്. UL ആദ്യം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, 3 LA ടാഗ് കിട്ടും. ഓരോ LAയിലും നമ്മൾ ഓരോ ഫ്രൂട്ടിന്റെ പേര് എഴുതി. ഇത് ഞാൻ സേവ് ചെയ്യുന്നു. ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആയി. കണ്ടോ? അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടാഗാണ് UL LA ടാഗ്. UL എന്ന് വെച്ചാൽ അൺഓർഡേർഡ് ലിസ്റ്റ്, LA എന്ന് വെച്ചാൽ ലിസ്റ്റ് ഐറ്റം എന്നുള്ള. ഓക്കെ ആണല്ലോ. ചെയ്ത് നോക്കിയേ. പതിനഞ്ച്. ചെയ്തോ? ഓക്കെ, അടുത്ത പറട്ടെ. കിട്ടിയത് UL LA മനസ്സിലായോ? ഇപ്പം UL LA ഉള്ള പോലെ അടുത്തതുണ്ട്, അതാണ് OL. മറ്റേത് അൺഓർഡേർഡ് ലിസ്റ്റ്. OL എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പം ഇതും സെയിം തന്നെ. നമ്മൾ ആദ്യം OL ഓപ്പൺ ചെയ്യുന്നു, അതിനിടയ്ക്ക് LAs എഴുതുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കോ എന്താ പ്രത്യേകത. ഓർഡേർഡ് ലിസ്റ്റിൽ നമ്പേഴ്സ് വരും, ഒരു ഓർഡർ ആവും. മറ്റേ ചുമ്മാ എഴുതുന്നത്. ഇതാണ് OL. ഓക്കെ, ഇപ്പം ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്. LA തന്നെയാണ് എഴുതുക. നോക്ക്, നിങ്ങൾ മൂന്നുപേരും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? നീ ഏത് പ്രോജക്റ്റ് ഇന്നലെ പറഞ്ഞേ? ഡീപ് ഫേക്കോ? പൈത്തൺ വെച്ചാണോ ഇത്? അപ്പൊ അതെങ്ങനെയായിരുന്നു? അപ്ലോഡ് ചെയ്യോ വീഡിയോ? അപ്ലോഡ് ചെയ്യും. അതിനെ പല ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്യും. മറ്റേ ഫേസ് റെക്കഗ്നീഷന്റെ മൂന്നുപേര് സെയിം പ്രോജക്റ്റ് ആയിരുന്നോ? വേറെ എന്നിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിലെ ഫീച്ചേഴ്സ് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഡീപ് ഫേക്ക് ആവുമെന്ന് കണ്ടുപിടിക്കുക. ട്രെയിൻ ചെയ്ത് വെക്കും കുറെ ഡേറ്റാ സെറ്റുകൾ. എന്നിട്ട് ട്രെയിൻ ചെയ്ത് നിന്നും കണ്ടുപിടിക്കുക. നിന്റെ എവിടാ റോഷൻ? അതെന്തായിരുന്നു? ഡിസീസ് പ്രെഡിക്റ്റ് ചെയ്യോ? അതെങ്ങനെ? ഇപ്പം സിംറ്റംസ് ആഡ് ചെയ്യോ? സിംറ്റംസ് ആഡ് ചെയ്യുവാണോ?
മൊബൈൽ ആപ്പ് ഫ്ലട്ടർ ആയിരുന്നോ? പൈത്തൺ വെച്ചിട്ട് മൊബൈൽ ആപ്പ് ചെയ്യാനോ? ബാക്ക് എൻഡ് പൈത്തണോ അതോ ഫ്രണ്ട് എൻഡോ? ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണോ? അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആയിരിക്കും, ജാവ വെച്ചിട്ട്. നോക്കാം, ബാക്കി നോക്കാം. UL OL ഇതൊക്കെ ആണല്ലോ നിങ്ങൾക്ക്. ഇനി ഞാൻ അടുത്ത് ഇത് ശ്രദ്ധിക്കണേ. അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പോവാം. ഓക്കെ, ഇനി അടുത്തൊരു ടാഗ് ഉണ്ട്, അതിന്റെ പേരാണ് ആങ്കർ ടാഗ്. ഓക്കെ, യൂസ് ചെയ്തിട്ടുണ്ടോ? ആങ്കർ ടാഗ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. അപ്പം ആ ടാഗ് ഉണ്ട്. അപ്പൊ ആ ടാഗിന്റെ ഇതെന്ന് വെച്ചാൽ വെറുതെ ഇത് പോട്ടെ. ഇപ്പം പറയാം. ഇപ്പം ഒരു ആങ്കർ ടാഗ്, ആങ്കർ ടാഗ് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ആ ടാഗിന്റെ ആ ഒരു സിമ്പിൾ. അപ്പം നമ്മൾ ആങ്കർ ടാഗ് കിട്ടും. ഞാൻ ഇതിനിടയ്ക്ക് വെറുതെ ഗൂഗിളിൽ എഴുതി സേവ് ചെയ്തു. ഓക്കെ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് പറയണേ. നമുക്ക് ഇപ്പുറത്ത് വന്ന് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നോർമൽ ടെക്സ്റ്റ് അല്ലേ, ഒരു പ്രത്യേകതയില്ല. നമ്മൾ എന്ത് ചെയ്തു, ഒരു ടാഗ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു, അതിനിടയ്ക്ക് ഒരു ഡാറ്റ എഴുതി ഇല്ലേ. നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കുന്നു, നോർമൽ ഒരു ടാഗിൽ ഇട്ടാൽ എങ്ങനെ വരും അങ്ങനെ വന്നു. ടാഗ് ഇല്ലാതെ എഴുതിയാൽ എങ്ങനെ വരും അങ്ങനെ വന്നു. ഇല്ല, ഇപ്പൊ ഞാൻ ടാഗ് ഒന്നും ഇടുന്നില്ലെന്ന് വെച്ചാൽ വെറുതെ ഗൂഗിളിൽ കൊടുക്കാം. ഒരു മാറ്റവും ഇല്ല, സെയിം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൺട്രോൾ ഇസഡ് അറിയാം? കൺട്രോൾ ഇസഡ്, അതായത് നിങ്ങളിപ്പം ഞാനിപ്പോൾ ഒരു ചേഞ്ച് വരുത്തില്ലേ, ആങ്കർ ടാഗ് ഇട്ടില്ല, അതിൻ്റെ മാറ്റി, എന്നിട്ട് ഞാൻ കൺട്രോൾ ഇസഡ് അടിക്കുകയാണെങ്കിൽ, അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത ചേഞ്ചുകളിലേക്ക് ഇങ്ങനെ പോകും. അത് നമുക്ക് തിരിച്ചു പോവാം. കൺട്രോൾ ഇസഡ്, സെഡ് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ ആങ്കർ ടാഗ് ഇട്ടു, പ്രത്യേകിച്ചൊരു കാര്യമില്ല. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ആട്രിബ്യൂട്ട്. നമ്മൾ ആട്രിബ്യൂട്ട് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ടാഗിന് നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. ഒരു ടാഗ് ഉണ്ട്, എല്ലാ ടാഗിനും ഇത് പറ്റില്ല, ചില ടാഗുകൾക്കേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ടാഗുകൾക്ക് എന്താ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആട്രിബ്യൂട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ആട്രിബ്യൂട്ട് എവിടെ എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ടാഗ് അഥവാ ഓപ്പണിംഗ് ടാഗിലാണ് എഴുതുക. ഇതിന്റെ ഓപ്പണിംഗ് ടാഗ് ഏതാ? ഇതല്ലേ? ഇതാണോ? അല്ല, ഇതല്ലേ ഓപ്പണിംഗ് ടാഗ്? ഓപ്പണിംഗ് ടാഗിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി ഓപ്പണിംഗ് ടാഗിൽ എവിടെയാണ് എഴുതുന്നത് വെച്ചാൽ അതെ ഈ ടാഗിനകത്ത് ഈ ടാഗിന്റെ ആ ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് സ്പേസ് ഇടുക. ഓക്കെ, അപ്പോൾ സ്പേസ് ഇട്ട് വേണം എഴുതാൻ. അപ്പോൾ ചിലർ ഇവിടെ എഴുതാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ഒരു സിൻടാക്സ് കാണിക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ചിലപ്പോൾ ചിലർ ഇവിടെ എഴുതാറുണ്ട് നമ്മൾ പറഞ്ഞിട്ടും. അപ്പം അങ്ങനെ ചെയ്യരുത്. കറക്റ്റ് ഓപ്പണിംഗ് ടാഗ്, ഇപ്പോൾ UL ആണ് എഴുതാൻ പോകുന്നതെങ്കിൽ UL-ന്റെ ഓപ്പണിംഗ് ടാഗിനകത്ത് ഓക്കെ ഒരു സ്പേസ് ഇടുക. ഓക്കെ, ഇനി ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നത് ഒരു കീ വാല്യൂ പേരാട്ട, അതായത് അതിനൊരു പേരും കാണും, അതിനൊരു വാല്യൂ കാണും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ആങ്കർ ടാഗിന് ഇപ്പം ഓരോ ടാഗിനും ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ടാഗിനും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം എന്നുള്ള നിർബന്ധമില്ല, ചില ടാഗുകളൊക്കെ ഉള്ളൂ. ചില ടാഗുകൾക്ക് സെയിം സാധനം വരാം, ചിലതിന് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ടാഗിന് ഞാൻ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ പോവാം. അപ്പൊ ആട്രിബ്യൂട്ട് എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ടാഗിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ, ടാഗിലേക്ക് വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ആങ്കർ ടാഗിനുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് href, ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നാണ് അതിനർത്ഥം. href, ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. ഓക്കെ, ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പറഞ്ഞില്ലേ, സാധാരണ ഒരു ലിങ്കിന്റെ റെഫറൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് href എന്ന് പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ വേണ്ട ടാഗ് കൊടുക്കുകയാണ് href. ഓക്കെ, ഇതാണ് അതിന്റെ കീ. ഞാൻ പറഞ്ഞ കീ വാല്യൂ പേരായിട്ടാണ് എഴുതുക. ആട്രിബ്യൂട്ടിന് ഒരു പേരുണ്ട്, അതിന്റെ വാല്യൂ ഉണ്ട്. ഇതാണ് അതിന്റെ പേര്. ഓക്കെ, എന്നിട്ട് അതിന്റെ വാല്യൂ എഴുതുന്ന എങ്ങനെയാ വെച്ചാൽ ഒരു ഈക്വൽ ടു ഇടുക, എന്നിട്ട് ഡബിൾ കോട്ട്സ് തന്നെ വന്നോ, അത് ഓട്ടോമാറ്റിക് വന്നപ്പോൾ ഈക്വൽ ടു ഇടുക, ഡബിൾ കോട്ട്സ് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി, വെറുതെ href എന്ന് അടിച്ചിട്ട് എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഫുൾ വരും. ഇനി ഇതിനകത്താണ് വാല്യൂ എഴുതേണ്ടത്. ഓക്കെ, ചില ആട്രിബ്യൂട്ട്സിന് നമുക്ക് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, അതേ കൊടുക്കാൻ പറ്റും. ചിലതിന് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ആയിരിക്കും. ഓക്കെ, ഫുൾ ലിങ്ക് കൊടുക്കണം, അതായത് https:// അത് ഫുൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ കൊടുക്കാൻ പോവാ, നമ്മുടെ ഗൂഗിളിന്റെ ലിങ്ക് കൊടുക്കാൻ പോവാ, https://www.google.com. ഓക്കെ ആണല്ലോ, ഫുള്ള് കൊടുക്കണം നമ്മൾ. ഓക്കെ, എന്നാലേ വർക്ക് ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. കാണല്ലോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ നിങ്ങൾക്ക് 3 പേർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ റിഫ്രഷ് ചെയ്യാൻ പോകണം.
ഉണ്ടോ? കളർ മാറി, അതൊരു ലിങ്ക് പോലെ ഇല്ലേ? ഇപ്പൊ ഞാൻ എന്റെ മൗസ് പോയിന്റർ ഞാനിലേക്ക് കൊണ്ടുവരിക, കണ്ടോ? മൗസ് പോയിന്റർ തന്നെ മാറി, കണ്ടോ? അതായത് ക്ലിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യാൻ പോവാണേ. സംഭവിച്ചേ? ഞാൻ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഏത് ലിങ്ക് അഡ്രസ് ആണ് കൊടുത്തേക്കുന്നത് ആ പേജിലേക്ക് എന്ത് ചെയ്യും? റീഡയറക്ട് ആയി പോകും. കണ്ടോ? ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ തന്നെ കണ്ടോ? അപ്പൊ ഇങ്ങനെ മറ്റ് പേജുകളിലേക്ക് പോകാനുള്ള ലിങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ്, എ ടാഗ്. ഓക്കെ ആണല്ലോ? ആ ടാഗിൽ എന്ത് ടെക്സ്റ്റ് കാണിക്കണം, ആ ടാഗ് നമ്മുടെ യുഐയിൽ കാണിക്കുന്ന സമയത്ത് എന്ത് ടെക്സ്റ്റ് കാണിക്കണം എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ hrefൽ ചെയ്യുക. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജ് തന്നെ ലോഡ് ചെയ്തിട്ട് ഗൂഗിളിലേക്ക് പോയി. ഓക്കെ ആണല്ലോ? നമുക്ക് ഒരു ടാഗിന് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. അപ്പൊ അത് പറയാം. അപ്പൊ ആദ്യം ഇത് മനസ്സിലായ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇത് നമുക്ക് എല്ലാ ടാഗുകൾക്കും ഒന്നുമില്ല, ചില ടാഗുകൾക്കൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം ഈ href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമുക്ക് വേറെ ടാഗിന് ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ടാഗ് ഉണ്ട്, അത് ഇത് ഇപ്പൊ നമ്മൾ പഠിച്ച ടാഗിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? ഓരോ ടാഗിനും സ്പെസിഫിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ട്രൈ നോക്കിയത്. അപ്പൊ എഴുതുന്ന സിൻടാക്സ് മനസ്സിലാക്കണേ. ആ കോഡ്സ് ഇടുന്നതും കോഡ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസും ചെയ്യണം ഈക്വൽ ടു കഴിഞ്ഞിട്ട്. അതിനിടയ്ക്ക് വേണം വാല്യൂ എഴുതാൻ. നമുക്ക് പറയാം. അത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് ഈക്വൽ ടു മാറ്റാം. എങ്ങനെ എന്ത് ചോദിച്ചാ നീ? വലുതായി കാണിക്കാനാണോ? അത് നമുക്ക് സ്റ്റൈൽ ചെയ്യണം. H1 ഇട്ടാൽ കിട്ടും. ഇപ്പൊ നമുക്ക് H1 ഇട്ട് നോക്കിയാൽ കിട്ടും. H1 ഇടയ്ക്ക് ഇട്ടാൽ അത് കിട്ടും. പക്ഷെ നമ്മൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊക്കെ ആക്കണമെങ്കിൽ നമ്മൾ സ്റ്റൈൽ ചെയ്യണം, അത് CSS ചെയ്യണം. ഇപ്പൊ H1 ടാഗിന്റെ ഉപയോഗമില്ല. ഇതിപ്പോ H1 ഇട്ടാൽ H1 ഒരു പ്രീ ഡിഫൈൻഡ് സൈസ് ഉണ്ട്, ആ സൈസിലേക്കേ മാറുള്ളൂ. അത് നിനക്ക് ഇടാം. നോക്കിയോ? ഓക്കെ, അപ്പൊ ഇതിന് വേറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ നോക്കിയേ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്യില്ലേ, ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുക ആ പേജ് തന്നെയാണ് ഇത് ലോഡ് ആവുന്നത്. എനിക്കിത് എങ്ങനെ വേണ്ട, പകരം വേറൊരു ടാബ് ഓപ്പൺ ആയിട്ട് അവിടെ ഓപ്പൺ ആവണം എന്ന് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് വേറൊരു ആട്രിബ്യൂട്ട് കൊടുക്കണം. അതാണ് ടാർഗറ്റ്. ഓക്കെ ആണല്ലോ? ഈ ടാർഗറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ചില ടാഗുകൾക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ട് ടാർഗറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സജഷൻ വരും. അതാണ് മറ്റൊരു പ്രത്യേകത VS Codeന്റെ. അതായത് ഈ ഇപ്പൊ നമ്മൾ href കൊടുത്തില്ലേ, hrefന് നമുക്ക് ഇഷ്ടമുള്ള ലിങ്ക് കൊടുക്കാം, ഏത് സൈറ്റിന് വേണമെങ്കിലും ലിങ്ക് കൊടുക്കാം. പക്ഷെ ചില ടാഗുകൾക്ക് ചില ആട്രിബ്യൂട്ട്സിന് കുറച്ച് പ്രീ ഡിഫൈൻഡ് വാല്യൂ ഉണ്ട്, അതല്ലാതെ കൊടുക്കാൻ പറ്റില്ല. അതിലൊന്നാണ് ഈ ടാർഗറ്റ്. ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് ഈ ഒരു 4 വാല്യൂസേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വിൻഡോയിൽ തന്നെ ഓപ്പൺ ആവുക, അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഡിഫോൾട്ട് വാല്യൂ. ഓക്കെ, പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പറയും നമ്മൾ ഐഫ്രെയിം ഈ പേരിന്റെ ടോപ്പും തൽക്കാലം വിട്ടേക്കാം. ഇത് കുറച്ചുകൂടെ നമ്മൾ പോയിട്ട്, അതായത് ഒരു വെബ്സൈറ്റിന് അത് വേറൊരു വെബ്സൈറ്റ് കാണിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വർക്ക് ആവുള്ളൂ. ഓക്കെ, അടുത്താണ് ബ്ലാങ്ക്, ടാർഗറ്റ് ബ്ലാങ്ക്. ഞാൻ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പം
href കൊടുത്തു, ടാർഗറ്റ് ബ്ലാങ്ക് കൊടുത്തു, രണ്ടാമത്തെ ആട്രിബ്യൂട്ട്. അപ്പൊ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഞാൻ എങ്ങനെ എഴുതി നോക്കിയേ, സ്പേസ് ഇട്ട്. ഈ സിന്റാക്സ് നടക്കില്ല, നമ്മൾ ഓപ്പണിംഗ് ടാഗിനകത്താണ് എഴുതിയേക്കുന്നത്. നോക്കിയേ, സ്പേസ് ഇട്ടിട്ട് ആദ്യത്തെ ആട്രിബ്യൂട്ട്, കോമയൊന്നുമില്ല. ഓക്കെ, രണ്ടാമത്തത് അടുത്തത്. ഞാനത് സേവ് ചെയ്യുന്നു. അപ്പൊ സേവ് ചെയ്യാനും ഓർക്കണം നിങ്ങൾ. എന്നിട്ട് ഇപ്പുറത്ത് വന്ന് ഞാൻ റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ ഗൂഗിൾ ക്ലിക്ക് ചെയ്യാം. നോക്കിയേ, വേറെ ടാബിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്ത് അടുത്ത ആട്രിബ്യൂട്ട് എടുക്കാം. അതാണ് എന്ത്, ടാർഗറ്റ്. അപ്പൊ അതിന്റെ വാല്യൂ ബ്ലാങ്ക് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാക്ഷ്യം വരില്ല. പൊതുവെ നമുക്ക് മിക്ക ആട്രിബ്യൂട്ടിനും സാക്ഷ്യം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സാക്ഷ്യം വന്നില്ല, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ആ ആട്രിബ്യൂട്ടിന്റെ ആ ഒരു കോഴ്സിനിടയ്ക്ക് കൊണ്ടുവന്ന് വെക്കുക കർസർ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ സ്പേസ് അടിച്ചാൽ മതി, സാക്ഷ്യം വരും. കൺട്രോൾ സ്പേസ്. ഓക്കെ ആണല്ലോ, ട്രൈ നോക്ക്. അപ്പൊ ആട്രിബ്യൂട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഹലോ, എവിടെ ഉണ്ട് നീ? ആരൊക്കെ ഉണ്ട്? ഓക്കെ, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരാം. ശരിയല്ലോ, ബാക്കി നോക്കാം. ഓക്കെ, നീ വെച്ചില്ല മറ്റേ UL-ന്റെ. ഓക്കെ, UL-നും OL-നും നമുക്ക് എന്തുണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയേ, നമ്മുടെ UL നോക്കിയേ, ആ ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടോ? നമുക്ക് അതിന്റെ സ്റ്റൈൽ മാറ്റണം എന്ന് വെച്ചാൽ, അതിന്റെ രീതി മാറ്റണം വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അതിന് സാക്ഷ്യം വരുന്നില്ല, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഈ ടൈപ്പ് പലതാക്കാം. ഇപ്പൊ നമ്മൾ ടൈപ്പ് സ്ക്വയർ ആക്കുവാന്ന് വെച്ചോ, ടൈപ്പ് കല്ല് സ്ക്വയർ എന്ന് കൊടുക്കാം. ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയേ, ഓക്കെ ആണല്ലോ? സ്ക്വയർ ആയി. സ്ക്വയർ ആണ്, ഞാൻ സൂം ചെയ്യാം. കാണുന്നതോ? കാണാൻ പറ്റില്ല, സ്ക്വയർ ആയിട്ട് തോന്നില്ലേ? ആ, സ്ക്വയർ. ഇനി ഇതുപോലെ തന്നെ ഇതിന് സർക്കിൾ ഉണ്ട്. അല്ലല്ല, അത് ഡിസ്ക് എന്ന് പറയും. സർക്കിൾ നോക്കിയേ, കണ്ടോ? ഇനി നമുക്ക് എന്തുണ്ട്, ഡിസ്ക് ഉണ്ട്. അതാണ് നമ്മുടെ ഡിഫോൾട്ട്. കണ്ടോ? ഓക്കെ, അപ്പം സർക്കിള്, സ്ക്വയർ, ഡിഫോൾട്ട്. ഡിഫോൾട്ട് എന്താ, ഡിസ്ക്. ഓക്കെ ആണല്ലോ? ട്രൈ നോക്കത്. ഓക്കെ, ഒരു കാര്യം ഇവിടെ പറയാൻ ട്രൈ നോക്കേ. കമന്റ് എന്താ പറയാ, കമന്റ് ചെയ്യാന്ന്.
ആ, അതായത് നമ്മൾ ഈ കോഡ് ചെയ്യുന്ന സമയത്ത് അതന്നെ കോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളിവിടെ എന്ത് എഴുതിയാലും അത് UI കാണിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഓർന്ന് ടൈപ്പ് ചെയ്ത് വെറുതെ റിഫ്രഷ് ചെയ്യുവാണെങ്കിൽ അത് UI കാണിക്കും. അപ്പൊ നമുക്ക് ചില കേസുകളിലൊക്കെ കോഡ് എഴുതിട്ടെ നമുക്ക് ഈ കോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതാമെന്ന് വെച്ചാൽ ചുമ്മാ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, അതായത് നമ്മൾ ആ എഴുതുന്ന സാധനം നമ്മുടെ UI കാണിക്കണ്ട, വർക്ക് ചെയ്യണ്ട, വെറുതെ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് കാണാൻ വേണ്ടി മാത്രം എഴുതാം. അതിനാണ് കമന്റ് എന്ന് പറയാം ഇതിനകത്ത്. അപ്പൊ കമന്റ് എങ്ങനെ എഴുതുക വെച്ചാൽ ആദ്യമേ ഇവിടെ വരിക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് എഴുതുക. അപ്പൊ ഞാൻ എഴുതുന്നു UL ടൈപ്പ് ATTR attributes എന്നിട്ട് ഞാൻ ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ എഴുതുന്നു ഏതൊക്കെയാ ഉള്ളത്, സർക്കിൾ, സ്ക്വയർ, ഡിസ്ക്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇത് കോഡ് വരും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിന്റെ അറ്റത്ത് കൊണ്ടുവരിക. ഓക്കെ, ഒന്നുകിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അറ്റത്ത് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് Ctrl/ അടിക്കുക. Ctrl/ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലും ആ അറ്റത്തുമായിട്ട് ഇങ്ങനെ സാധനം വരും. ഇതിനർത്ഥം ഈ സ്റ്റേറ്റ്മെന്റ് കമന്റ് ആയിരുന്ന, അതായത് ഇത് നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഇത് ഒരിക്കലും വർക്ക് ആവില്ല. നമ്മൾ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ അത് കാണില്ല. നമുക്ക് കോഡിനകത്ത് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് കമന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇതൊരിക്കലും വർക്ക് ആവാൻ പോകുന്നില്ല. ഓക്കെ ആണല്ലോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ VS കോഡിൽ കാണാം, എഡിറ്ററിൽ കാണാം എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് വർക്ക് ചെയ്യില്ല. നമുക്കിപ്പോൾ നോക്കിക്കോ, ഓയിൽ ഉണ്ടല്ലോ, നമ്മുടെ UI ഓയിൽ ഉണ്ട്. എനിക്ക് ഈ ഓയിലിന്റെ കോഡ് ഫുള്ള് എന്ത് ചെയ്യണം, ഇതുപോലെ കമന്റ് ചെയ്യണം. ഫുള്ള് സെലക്ട് ചെയ്യുക, Ctrl/ അടിക്കുക, അത് കമന്റ് ആയി പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യില്ല, അത് കാണില്ല. ഇനി എനിക്ക് വേണമെങ്കിൽ തന്നെ അൺകമന്റ് ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്യുക, Ctrl/ അടിക്കുക, അൺകമന്റ് ആയി. കണ്ടോ? ഓക്കെ, ഇപ്പം ചെയ്ത് നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് എഴുതണമെങ്കിൽ ഇതിനെ കമന്റ് ചെയ്ത് എഴുതാം. അടുത്ത പറയട്ടെ, ശരി നിങ്ങള്. ഓക്കെ, അപ്പൊ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഓയിലിനും ഇതേപോലെ ടൈപ്പ് ആയിട്ടിട്ടുണ്ട്. ഇതാണല്ലോ, അപ്പൊ അതാണ് ഇവിടെ നമുക്ക് ടൈപ്പ് കൊടുക്കാം. ഈക്വൽ ടു, ഇവിടെ വാല്യൂസ് ഉണ്ട്. സാക്ഷ്യം നോക്കട്ടെ, ഇവിടെ സാക്ഷ്യം ഉണ്ട്. Ctrl/ അടിച്ചാൽ മതി, Ctrl സ്പേസ് അടിച്ച് സാക്ഷ്യം വരും. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, ഇതാണ് ഡിഫോൾട്ട് വാല്യൂ. നമ്മൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഓയിൽ 1 2 3 നമ്പർ ഇട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ a കൊടുക്കാം. അതാണ് കൊടുക്കുന്നെങ്കിൽ നോക്കിയേ ABC. കണ്ടോ, ക്യാപിറ്റൽ A കൊടുക്കാം. ഇപ്പൊ എന്ത് സംഭവിക്കുക, ക്യാപിറ്റൽ ABC. ഇനി ഇതുപോലെ തന്നെ നമുക്ക് I കൊടുക്കാം. റോമൻ ലെറ്റേഴ്സ് ഇല്ലേ, നോക്കിക്കോ, അപ്പം റോമൻ ലെറ്റേഴ്സ് വരും. കണ്ടോ, ഇതും ക്യാപിറ്റൽ കൊടുക്കാം. ക്യാപിറ്റൽ I കൊടുത്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ക്യാപിറ്റൽ റോമൻ ലെറ്റേഴ്സ് വരും. കണ്ടോ, അപ്പൊ നിങ്ങൾ സജഷൻ നോക്കിയാൽ മതി, ഇവിടെ വരിക, Ctrl സ്പേസ് അടിക്കുക, സജഷൻ ഉണ്ടാവും. ഓക്കെ, ട്രൈ നോക്ക്. ടൈപ്പ് 1 ആണ് ഡിഫോൾട്ട് വാല്യൂ.
ചെയ്തോ? അടുത്ത നോക്കാം. ഓക്കെ, അടുത്ത ടാഗ് ആണ് ഇൻപുട്ട് ടാഗ്. ഓക്കെ, ഇപ്പം ഈ ടാഗിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് ടാഗ്. ഈ ടാഗ് എന്ന് പറയുന്നത് സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ്. അതായത് ഇതിന് ഓപ്പണിങ്ങും ക്ലോസിംഗും സെപ്പറേറ്റ് ഇല്ല. നമ്മൾ ഇപ്പൊ നോക്കിയാൽ നമ്മൾ എഴുതിയതെല്ലാം നോക്കുക, ഇന്നെല്ലാം ഓപ്പണിംഗ് ക്ലോസിംഗ് ടാഗ് ഉണ്ട്. ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിന്റെ കാര്യം വെച്ചാൽ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയിൽ നമുക്ക് ഡേറ്റ എഴുതാനുണ്ട്. ഇല്ലേ, H1 ആയാലും P ആയാലും A ആയാലും എല്ലാം നമ്മൾ ഇടയ്ക്ക് ഒരു ഡേറ്റ എഴുതുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ടാഗുകൾക്ക് മാത്രമാണ് ഓപ്പണിംഗ് ക്ലോസിംഗ് വരിക. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് ടാഗിന് അങ്ങനെ ഒരു എന്ത് ചെയ്യും, ക്ലോസിംഗ് ടാഗ് ഇല്ല. നമുക്ക് വേണേൽ കൊടുക്കാം, ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് വേണേൽ കൊടുക്കാം, പക്ഷെ അങ്ങനെ സെപ്പറേറ്റ് ടാഗ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഈ ടാഗുകൾക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് സെൽഫ് ക്ലോസിംഗ് ടാഗ്. അതായത് ഇതിന് നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് ആയിട്ട് ക്ലോസ് ചെയ്യും. ഒറ്റ ടാഗ് എഴുതുക, എന്നിട്ട് ലാസ്റ്റ് ഒരു സ്ലാഷ്. തുടക്കമല്ല, കണ്ടോ, ലാസ്റ്റ് ആണ് സ്ലാഷ് വരുന്നത്. ഇതാണ് സെൽഫ് ക്ലോസിംഗ് ടാഗ്. ഇപ്പൊ നിങ്ങൾ ഇതിന് സ്ലാഷ് ഇട്ടില്ലേലും ഇത് വർക്ക് ചെയ്യും, കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് എററാണ്. അതുകൊണ്ട് നമ്മൾ സ്ലാഷ് ഇട്ട് പഠിച്ചോ, കുഴപ്പമില്ല. സ്ലാഷ് ഇട്ടില്ലേലും വർക്കാവും. ഓക്കെ, പക്ഷെ റിയാക്റ്റിൽ അത് എററുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ലാഷ് ഇട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഇൻപുട്ട് ടാഗ്. ഇത് സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ്. മനസ്സിലായത് എന്താണ്? അത് ഒറ്റ ടാഗേ ഉണ്ടാവുള്ളൂ, ഓപ്പണിംഗ് ക്ലോസിംഗ് സെപ്പറേറ്റ് ഇല്ല. എന്താണ് ഔട്ട്പുട്ട് നോക്കാം. അപ്പം സെപ്പറേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഡേറ്റ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഔട്ട്പുട്ട് നോക്കാം. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. എന്താ വന്നേ? ടെക്സ്റ്റ് ബോക്സ്, ഒരു ഇൻപുട്ട് ബോക്സ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. കണ്ടോ, നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കയറുന്ന സമയത്ത് ലോഗിൻ ചെയ്യാനും സൈനപ്പ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമില്ലേ, ആ ബോക്സ് ഇല്ലേ, അതാണ് ഇത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടാഗാണ്. ഇതിനകത്ത് നമുക്ക് ഡേറ്റ ഒന്നും എഴുതാനില്ല, നമ്മളാണ് ടൈപ്പ് ചെയ്യുക, ഇല്ലേ? അതുകൊണ്ടാണ് സെൽഫ് ക്ലോസിംഗ് ടാഗ് ആയിട്ട് മാറിയത്. ഇതാണ് ഇൻപുട്ട് ടാഗ്. ഓക്കെ, ആ വേറെ ഒന്നും എഴുതാനില്ല, നമുക്ക് ആ ബോക്സ് കണ്ടാൽ മതിയല്ലോ, ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ബോക്സ് വരും. നിങ്ങൾക്ക് എത്ര മുകളിലും ആഡ് ചെയ്യാം, അത്രയും ബോക്സ് വരും. കണ്ടോ? ഓക്കെ, പിന്നെ നമ്മൾ അതിനെ അലൈൻ ചെയ്യുന്നതൊക്കെ പിന്നെ. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ബോക്സ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇതിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ് പ്ലേസ് ഹോൾഡർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആ ഇൻപുട്ട് ബോക്സ് നോക്കിയേ, ഇതാണ് ഇൻപുട്ട് ബോക്സ്. ഓക്കെ, നമുക്ക് എന്ത് വേണം ടൈപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റേ ടൈപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതിന്റെ അകത്തു ടെക്സ്റ്റ് കാണും. ഇപ്പൊ എന്താ, ഇമെയിൽ, പാസ്വേഡ്, ഇല്ല, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങ് പോകും, കണ്ടില്ലേ? അപ്പം അതെന്താ വെച്ചാൽ യൂസറിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത് എന്തിനുള്ള ബോക്സ് ആണ്, ഇല്ലേ? അപ്പം അത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. പ്ലേസ് ഹോൾഡർ നമ്മൾ ഇതിനകത്ത് നോക്കിക്കോ, ഒരു വാല്യൂ കൊടുത്തു, യൂസർ നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ റിഫ്രഷ് ചെയ്യുന്നു, നോക്കിയേ, അതിനകത്ത് യൂസർ നെയിം ടെക്സ്റ്റ് വന്നു, ഒരു ഗ്രേ കളറിൽ. കണ്ടോ? ഞാൻ ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് പോകും. മനസ്സിലായോ? അതാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. മനസ്സിലായത്? ഓക്കെ, ഇനിയുണ്ട് ആട്രിബ്യൂട്ട്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ്. അതാണ് ഇതിനകത്ത് ടൈപ്പ് ആട്രിബ്യൂട്ട്. ഇതിനും ടൈപ്പ് ഉണ്ട്. ഓക്കെ ആണല്ലോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് സജഷൻ നോക്കുവാണെങ്കിൽ ഒരുപാട് സജഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ടൈപ്പ്, ഇതിന് ഡിഫോൾട്ട് വാല്യൂ ആണ് ടൈപ്പ് ടെക്സ്റ്റ്. ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ടെക്സ്റ്റ്. ഓക്കെ ആണല്ലോ? ഇതെന്താ വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, ടെക്സ്റ്റ് നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തതാണ് ടൈപ്പ് പാസ്വേഡ്. ടൈപ്പ് പാസ്വേഡ് ആണെങ്കിൽ നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇനി നമ്മൾ ടൈപ്പ് ചെയ്താൽ പാസ്വേഡ് പോലെ വരും, നമുക്ക് കാണാൻ പറ്റില്ല എന്താ ടൈപ്പ് ചെയ്യാന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഇനിയുണ്ട് ടൈപ്പ് നമ്പർ. നമ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിനി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഇനിയുണ്ട് ടൈപ്പ്, സജഷൻ നോക്കിയാൽ മതി. ഓക്കെ, ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇതാണ് കൊടുക്കുന്നത്, നോക്കിക്കോ, ചെക്ക് ബോക്സ് ആയി. കണ്ടോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എല്ലാ സജഷനും നോക്കിയേ. അതായത് ആദ്യമേ ടൈപ്പ് ടെക്സ്റ്റ്, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ടെക്സ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്ത് താഴത്തിടുക. ഇതെന്താക്കുക, അടുത്തത് പാസ്വേഡ്.
അടുത്ത് ഇടുക. അങ്ങനെ നിങ്ങൾ എല്ലാ സജഷനും നോക്കിയേ, ഓരോരോ ഇൻപുട്ടിനും ഓരോരോ സജഷൻ കൊടുത്ത് നോക്കുക. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, എല്ലാം നോണ്ടൊരു 5 സെക്കൻഡേ.
നല്ലൊരു കമ്പനി യൂസ് വന്നു പിന്നെ സാധാരണ ഹരിസാറിന്റെ ഇപ്പൊ മറ്റേ പരിപാടിയാണ് എൻട്രൻസ് എനിക്ക് ഒന്നും വന്നില്ല. പിന്നെ 6D ടെക്നോളജീസ് അവരുടെ രജിസ്ട്രേഷൻ ഫോമൊക്കെ വന്നു. പിന്നെ ഞങ്ങളുടെ സമയത്ത് ഓൾമോസ്റ്റ് 85% സീറ്റ് വരെ പിന്നെ സോമ വന്നിരുന്നു. പക്ഷെ അവര് തെങ്കാശിയിലൊക്കെ പോയി. അതല്ല അവരുടെ ഇന്റർവ്യൂ സിസ്കോ മൈക്രോസോഫ്റ്റ് മിക്കതും ഈ വർഷം അങ്ങനെ എടുത്തില്ല. കഴിഞ്ഞ വർഷം വരെ വന്നിരുന്നു. ഇൻഫോസിസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റം എഞ്ചിനീയർ
ഓക്കെ, അടുത്ത നോക്കാം. അപ്പൊ അടുത്താണ് നമുക്ക് ഇമേജ് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. നമ്മുടെ HTML എന്ന് പറഞ്ഞ ഫോൾഡർ അല്ലേ, അതിലേക്ക് ഒരു ഇമേജ് കൊണ്ടിട്ടെ, അതിലേക്ക് ഒരു ഇമേജ് കൊണ്ടിട്ടെ. ഫോൾഡറിൽ HTML എന്ന് പറഞ്ഞ ഫോൾഡർ അല്ലേ, അതിലേക്ക് എന്തെങ്കിലും ഒരു ഇമേജ് എടുത്തിട്ട്. HTML എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ അല്ലേടാ. ഇത് ഞാൻ ഇട്ടു, കണ്ടോ ഒരു ഇമേജ്. കേട്ടോ? അപ്പം എങ്ങനെ ഇമേജ് ഇടാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇമേജ് ഇടാൻ വേണ്ടിയുള്ള ഒരു ടാഗ് ആണ് IMG ടാഗ്. അപ്പൊ ഇതും എന്താ, സെൽഫ് ക്ലോസിംഗ് ടാഗ് ആണ്. ഓക്കെ, IMG ടാഗ്. ഓക്കെ, അപ്പം ഇത് വെച്ച് എങ്ങനെ ഇമേജ് ഇടുന്ന ചോദിക്കുകയാണെങ്കിൽ ഇതിനൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതാണ് SRC അഥവാ സോഴ്സ്. ആണല്ലോ, SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇമേജ് കിടക്കുന്നത് നമ്മുടെ ഇപ്പൊ ഈ ഫയലുള്ള അതേ ഫോൾഡറാന്ന് വെച്ചോ. ഇപ്പൊ നമ്മുടെ first.html എന്ന് പറയുന്ന ഫയലിലാണ് നമ്മൾ ഇമേജ് കാണിക്കാൻ പോകുന്നത്. ആ ഫയലുള്ള അതേ ഫോൾഡറിലാണ് ഇമേജ് കിടക്കുന്നത്. ആണോ? ഈ first.html എന്ന് പറഞ്ഞ ഫയലുള്ള അതേ ഫോൾഡറാണ് ഇമേജ് കിടക്കുന്നത്. അതെ, രണ്ടും കിടക്കുന്നത് എവിടെയാ? HTML. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, SRC കൊടുക്കുക, ഇമേജിന്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ ഇമേജ് വരും. നോക്കിയേ, വന്നു നോക്കിയേ. അപ്പൊ നമ്മൾ ഇമേജ് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഇമേജിനും ആസ്പെക്ട് റേഷ്യോസ് ഉണ്ട്, ഒരു സൈസ് ഉണ്ട് ഇല്ലേ? ചില ഇമേജ് ഭയങ്കര ചെറുതായിരിക്കും, ചില ഇമേജ് ഭയങ്കര വലുതായിരിക്കും. അപ്പം അതിന് ഡിഫോൾട്ട് ആയിട്ടൊരു ആസ്പെക്ട് റേഷ്യോ ഉണ്ടാവും, അതുപോലെ ഡിഫോൾട്ട് ആയിട്ട് സൈസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്റെ വിഡ്ത് ടു ഹൈറ്റ് റേഷ്യോ ഉണ്ടാവും, ഡിഫോൾട്ട് സൈസ് ഉണ്ടാവും. നമ്മൾ വെറുതെ ഒരു ഇമേജ് ഇട്ടാൽ അതിന്റെ ഡിഫോൾട്ട് സൈസിലേ അത് വരുള്ളൂ. അതാണ് ഇത് ഇത്രയും വലുതായിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ അത്രയും വലുതായിട്ട് വരണമെന്നില്ല. ഈ ഇമേജിന് ഇത്രയും വലിയ സൈസ് ഉണ്ട്. ചില ഇമേജ് ഭയങ്കര ചെറുതായിരിക്കും, അതിട്ടാൽ ചെറിയ ഇമേജ് വരുള്ളൂ.
പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വിട്ടും ഹൈറ്റും ഒക്കെ കൺട്രോൾ ചെയ്യാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ നോക്കാം. ഇപ്പൊ ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ IMG ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, IMG SRC. SRC മീൻസ് സോഴ്സ്, അതാണ് ആട്രിബ്യൂട്ട്. SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ എഴുതുക. ഓക്കെ, പറയാം. അത് അടുത്ത ആട്രിബ്യൂട്ടാ. ഇതൊന്നും കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് ആൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് എന്നാണ് അർത്ഥം. അതെന്താ വെച്ചാൽ ചില സൈറ്റിലൊക്കെ നമ്മൾ കയറുമ്പോൾ ചിലപ്പോൾ നെറ്റ് സ്ലോ ആയിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂ കാരണം ഇമേജ് ലോഡ് ആയില്ലെന്ന് വെച്ചോ. ഇമേജ് ലോഡ് ആയില്ലെങ്കിൽ അവിടെ ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി, അതായത് ഇന്ന ഇമേജ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് ഇത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ എൻ്റെ പേര് തെറ്റിച്ചാണ് കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ റിഫ്രഷ് ചെയ്യുമ്പോൾ അവിടെ ഇമേജ് ലോഡ് ആവില്ല. ഓക്കെ, ഞാൻ പക്ഷേ ഇവിടെ ഓൾട്ട് കാർ ഇമേജ് ചുമ്മാ കൊടുത്തു, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇപ്പൊ ഇമേജ് കറക്റ്റ് ആണെങ്കിൽ അത് കാണിക്കില്ല. ഇമേജ് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഇമേജ് തന്നെ കാണിക്കുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂ കാരണം ഇമേജ് അവിടെ ലോഡ് ആയില്ലെങ്കിൽ നമ്മുടെ ഓൾട്ട് കൊടുക്കും. രണ്ട് കാര്യങ്ങളുണ്ട് ഓൾട്ട് വെച്ചിട്ട്. ഒന്ന്, ഇത് ഇമേജ് ലോഡ് ആയില്ല എങ്കിൽ അത് കാണിക്കാൻ. രണ്ടെന്ന് വെച്ചാൽ ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവര് നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് കയറുന്നത് എങ്ങനെയായിരിക്കും, മറ്റേ സ്ക്രീൻ റീഡർ ഒക്കെ വെച്ചായിരിക്കും റീഡ് ചെയ്തായിരിക്കും അവര്, ഇല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻ റീഡറോ അങ്ങനത്തെ ആപ്പ് ഉണ്ട്, അത് ഓപ്പൺ ആകാം. എന്നിട്ട് അത് ഓൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ സ്ക്രീനിലുള്ളത് അത് വായിച്ച് കേൾപ്പിക്കും. ആ കേസിൽ അവർക്ക് ഇമേജ് കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഓൾട്ട് ആയിരിക്കും വായിച്ച് കേൾപ്പിക്കുക. അപ്പൊ നമ്മൾ ഇമേജിന്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഗുണമായിരിക്കും. ഓക്കെ, മനസ്സിലായത്? അപ്പൊ ഇനി ഒരുപാട് ടാഗുകളുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത CSS നോക്കാം, എന്നിട്ട് പിന്നെ ഓരോ ടാഗായിട്ട് പഠിക്കാം. ഓക്കെ, കാര്യം HTML CSS കമ്പൈൻ ചെയ്താലേ നമുക്കൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ രണ്ടുകൂടെ ആയിരിക്കും ഇനി ഇങ്ങോട്ട് പഠിക്കുക. അല്ല, HTML നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കും. ഇനി ഒരുപാട് ടാഗ് ഡീപ്പ് എന്ന് വെച്ചാൽ HTML എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ ടാഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടാഗും നമ്മൾ പഠിക്കും, അത്യാവശ്യമല്ല. അപ്പൊ ഇനി ഒരുപാട് ടാഗുകൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റൈലോടെ ഉണ്ടെങ്കിൽ അത് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫയൽ 01 CS style.html. പിന്നെ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, 0102 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം CSS പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ഇവിടെ നോക്കാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ കുറെ ടാഗുകൾ എഴുതിയില്ലേ, അപ്പൊ അതെല്ലാം നമ്മുടെ UIയിൽ വരികയും ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് കുറെ ടാഗുകൾ എഴുതുകയല്ല ചെയ്യുക. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമ്മൾ ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ടാണ് കോഡ് ചെയ്യുക. ഓക്കെ, അതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പം അത് എഴുതിയില്ലെങ്കിൽ ഇത് വർക്കാവും. പക്ഷെ നമ്മുടെ ബ്രൗസറിന് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളിപ്പോൾ പുതിയൊരു വെബ്സൈറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വെച്ചോ. ഓക്കെ, പുതിയ ഇപ്പൊ എന്താ എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത വെബ്സൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പം യൂസ്ഡ് കാർസ് വിൽക്കുന്ന ഒരു ഇതാണെന്ന് വെച്ചാൽ വെബ്സൈറ്റ് ആണെന്ന് വെച്ചാൽ യൂസ്ഡ് കാർ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു, ഞാൻ ഇത് എല്ലാം സെറ്റ് ചെയ്തു, ഞാൻ ഓൺ ആക്കി ഹോസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ സൈറ്റ് ലൈവായി. ഇനി നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യും, യൂസ്ഡ് കാറിന് സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ സൈറ്റ് വരണം, ഇല്ലേ? അങ്ങനെ വരണമെങ്കിൽ ഗൂഗിൾ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു സൈറ്റ് ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഗൂഗിൾ അപ്പം തന്നെ ആ സൈറ്റ് ഫുൾ ഇൻഡെക്സ് ചെയ്യും. ഇൻഡെക്സ് ചെയ്യുക വെച്ചാൽ ആ സൈറ്റ് ഫുള്ള് പഠിക്കും. അതായത് അതിനുവേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ട് ഗൂഗിളിന്, എന്തിനുള്ള സൈറ്റാണ്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഒരു നല്ല സൈറ്റ് ആണോ എന്നൊക്കെ ഉള്ളത് കുറേ മാനദണ്ഡം വെച്ചിട്ട് ഇവർ പഠിക്കും. അപ്പോൾ ഇത് പഠിക്കുന്ന ഒരു അൽഗോരിതം ഉണ്ട്, ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ ഇമേജിനൊക്കെ ആൾട്ട് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ അതായത് ക്വാളിറ്റി ഉറപ്പാക്കും. കോഡിങ് കറക്റ്റ് ആണോ, കോഡിങ് സ്റ്റൈൽ കറക്റ്റ് ആണോ, അപ്പോൾ ഇതൊക്കെ നോക്കും. ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, അതിലൊരു പാർട്ടാണ് ഈ കോഡിങ് സ്റ്റൈലൊക്കെ. അപ്പം നമ്മുടെ കോഡിങ് സ്റ്റൈലൊക്കെ കൃത്യമാണെങ്കിൽ നമ്മുടെ സൈറ്റ് ആദ്യം വരാനുള്ള ചാൻസ് കൂടും, പേജ് റാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, വെബ്സൈറ്റ് എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്താ വെച്ചാൽ നമ്മൾ ആദ്യമേ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ HTML എന്നുള്ളൊരു കോഡ് അടിക്കുക. ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഈ HTML-നകത്ത് നമ്മൾ 2 ടാഗ് ഓപ്പൺ ചെയ്യും.
ഒന്നാണ് ഹെഡ്, അടുത്താണ് ബോഡി. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഈ HTML എന്ന് പറയുന്ന ടാഗ് ഉണ്ടല്ലോ, ഇതിന്റെ രണ്ട് ചൈൽഡ് ടാഗാണ് ഹെഡും ബോഡിയും. കാര്യം HTML-നകത്താണല്ലോ ഹെഡ് കിടക്കുന്നത്. അപ്പോൾ HTML ചൈൽഡ് ആണ് ഹെഡ്, HTML-നകത്ത് തന്നെയാണല്ലോ ബോഡി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം HTML ചൈൽഡ് ആണ് ബോഡി. അതുപോലെ ഹെഡിന്റെ പേരന്റ് ആരാ? HTML. അതുപോലെ ബോഡിയുടെ പേരന്റ് ആരാ? ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, HTML എഴുതും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മുടെ സൈറ്റിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ കോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പറയാതെ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം HTML എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനകത്ത് ഹെഡ് എന്ന് പറഞ്ഞ ടാഗ്, ബോഡി എന്ന് പറഞ്ഞ ടാഗ്, മറ്റൊരു ടാഗ്. ഓക്കെ, ഈ ഹെഡിനകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബ്രൗസറിന് വേണ്ട ഇൻഫർമേഷൻസ് ആണ്. അതിപ്പോ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ബോഡി എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പൊ ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ലല്ലോ, ഫുള്ള് വൈറ്റ് അല്ലേ? ഈ ബോഡിയാണ് ഈ ഫുൾ വൈറ്റ്. അതായത് ബോഡിക്കകത്ത് ഞാൻ എന്ത് എഴുതുന്നോ അതാണ് അവിടെ വരിക. ഒരു എക്സാമ്പിൾ കാണിക്കാം. വെൽക്കം ടു ദ പേജ്. കണ്ടോ, നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ UIയിൽ കാണാൻ വേണ്ടിയുള്ള എല്ലാ കോഡും എഴുതാൻ പോകുന്നത് ഈ ബോഡിക്കകത്തായിരിക്കണം. ഒക്കെയാണല്ലോ. അതായത് നമ്മൾ രണ്ടായിട്ട് തിരിച്ചേക്കാണ്, ഒന്ന് ഹെഡ് ഒന്ന് ബോഡി. അപ്പൊ നമുക്ക് കോഡ് ചെയ്യാനും എളുപ്പമുണ്ട്. ഓക്കെ, ഈ ബോഡിക്കകത്താണ് UIയിൽ കാണിക്കേണ്ട എല്ലാ സാധനവും നമ്മൾ എഴുതുന്നത്. എല്ലാ ടാഗും നമുക്ക് UIയിൽ കാണേണ്ട എല്ലാ ടാഗും നമ്മൾ ബോഡിക്കകത്താണ് എഴുതുക. ഓക്കെ ആണല്ലോ, ബോഡിക്കകത്ത് വേണം എഴുതാൻ. ഓക്കെ, ഇനി ഹെഡ് എന്തിനാണെന്ന് വെച്ചാൽ ബ്രൗസറിന് വേണ്ട ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി. ഒരു എക്സാമ്പിൾ ഇപ്പൊ കാണിക്കാം. കുറെ ഉണ്ട് ഇൻഫർമേഷൻസ്, നമുക്ക് പതുക്കെ പതുക്കെ അതിലേക്ക് വരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിക്കാം. ഈ ബ്രൗസറിന്റെ ടാബ് ഇല്ലേ, ടാബിന്റെ പേര് നോക്കിയേ. ടാബിന്റെ പേര് അത് നമ്മുടെ ആ ഒരു പേജിന്റെ ആ ഒരു എന്താ ഫയലിന്റെ പേര്. ഓക്കെ ആണല്ലോ. ഞാൻ ഈ ഹെഡിനകത്ത് വന്നിട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതുവാണ് എന്താ യൂസ്ഡ് ചുമ്മാ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കോ, ടാബിന്റെ പേര് മാറി. ഓക്കെ, ഇതുപോലുള്ള ബ്രൗസറിന് വേണ്ട കുറെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഹെഡിൽ എഴുതുക. ഓക്കെ, അതുപോലെ നമ്മൾ CSS-ഉം ഹെഡിലാണ് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനുവേണ്ടിയാണ് രണ്ടായിട്ട് തിരിച്ചേക്കുന്നത്. ഹെഡ് അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഹെഡ് ബോഡി എന്ന് പറഞ്ഞ് തിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. മനസ്സിലായോ? അപ്പം എന്തിനാ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൗസറിന് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇന്ന കാര്യങ്ങളാണിത്, ഹെഡ് ഇതാണ്, ബോഡി ഇതാണ് എന്ന് മനസ്സിലാവും. ഹെഡിനകത്ത് നമ്മൾ എഴുതുന്നത് ഒന്ന് ബ്രൗസറിന് പാസ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ്, അതിലൊന്ന് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അതും പിന്നെ CSS-ഉം. ഇത് രണ്ടുമാണ് നമ്മൾ ഹെഡിൽ എഴുതുക. നമ്മൾ ബോഡിയിൽ എന്താണ് എഴുതുന്നത് വെച്ചാൽ നമ്മുടെ UIയിൽ കാണേണ്ട ടാഗുകളാണ് ബോഡിയിൽ എഴുതുക. മനസ്സിലായത്? ഓക്കെ, ഇമേജ് എല്ലാം ബോഡി, അതായത് UIയിൽ കാണേണ്ട എല്ലാം ബോഡി, എല്ലാം അതിനകത്ത് തന്നെ ആയിരിക്കും എഴുതാം. ഓക്കെ, ഇനി നമുക്ക് VS കോഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാ വെച്ചാൽ Shift+1 അടിക്കുക. അപ്പം എന്ത് വരും, എക്സ്ക്ലമേഷൻ മാർക്ക് വരും. എന്നിട്ട് എൻ്റർ അടിച്ചാൽ ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വന്നു, ഞാൻ പറയാം എന്താണ്. ഓക്കെ, ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് ആ ഫുൾ സെറ്റപ്പ് അങ്ങ് ബിൽഡ് ആയി കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ അതൊക്കെ തന്നെയാണ് ഉള്ളത്. ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്, കണ്ടോ ഇല്ലേ, HTML ഉണ്ട്, പക്ഷെ അവിടെ വേറെ എക്സ്ട്രാ സാധനങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം വേണ്ട HTML ഹെഡ് ബോഡി അടിക്കാൻ നിൽക്കാതെ എന്ത് Shift എൻ്റർ. അപ്പൊ എന്ത് ചെയ്യും, അത് ഫുള്ള് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതായത് ഇനിഷ്യൽ സെറ്റപ്പ് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കിയേ, ഫസ്റ്റ് കണ്ടോ എന്താന്ന് ചോദിച്ചേ, ഡോക് ടൈപ്പ് HTML. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ബ്രൗസറിന് വേണ്ട ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന HTML പല വേർഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ആദ്യം 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. ഇപ്പൊ കറന്റ് വേർഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് HTML5 കറന്റ് വേർഷൻ ആണെന്ന് ബ്രൗസറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് വന്നത്. ഇതിപ്പോ ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ കുറെ നാൾ മുമ്പ് വരെ HTML4 ആയിരുന്നു മെയിൻ ആയിട്ട് വരുന്നത്. ആ സമയത്താണ് HTML5 ഇറങ്ങുന്നത്. അപ്പം ബ്രൗസറിന് നമ്മൾ ഉപയോഗിക്കുന്ന 4 ആണോ 5 ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് ബ്രൗസറിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് 5 ആണ്. 4 ആണെങ്കിൽ നമ്മൾ എഴുതില്ല, 5 ആണെങ്കിൽ നമ്മൾ ഇത് എഴുതുമായിരുന്നു. ഇപ്പൊ ഫുള്ള് 5 ആയി. പക്ഷെ ഇത് നമുക്ക് ആ സജഷന് വരുന്നുണ്ട്, നമുക്ക് വേണേൽ കളയാൻ ഇല്ലെങ്കിൽ കാണുന്നുണ്ട്, കുഴപ്പമില്ല. അതാണ് ഇതിന്റെ ഉദ്ദേശം. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് HTML5 ആണ്, അതിനാണിത്. മനസ്സിലായത്? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ സാധാരണ HTML, പക്ഷെ അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. എന്താ, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ലാൻ. അതെന്തായിരിക്കും?
അതായത് നമ്മൾ സൈറ്റിൽ ഉള്ള എഴുതുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് എന്ന് മനസ്സിലായി. അപ്പം ഇതൊക്കെ നമ്മൾ എഴുതിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ ബ്രൗസറിന് കുറച്ചുകൂടെ ഒരു ഇംപ്രഷൻ വരും. ഇതെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ആ ബ്രൗസർ. അതായത് ഓക്കെ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്, അപ്പം എന്ത് ചെയ്യും, ഓക്കെ നല്ല സൈറ്റ് ആണ് ഒക്കെയാണല്ലോ. അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി വന്നാൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, നിങ്ങൾ ഹോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇപ്പൊ നമ്മൾ സ്പാനിഷ് ആണെങ്കിൽ SP കൊടുക്കുക, അല്ല ES ആണ് സ്പാനിഷ്, സ്പാനിയോൾ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഈ 2 ടാഗ് ഉണ്ടല്ലോ, ഇത് കുറച്ച് കോംപ്ലക്സ് ടാഗ് ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേ അത് പഠിക്കുള്ളൂ. മെറ്റാ ടാഗ് അത് നമ്മൾ റെസ്പോൺസീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോഴേ അത് പറയാൻ പറ്റുള്ളൂ. അപ്പം തൽക്കാലം നിങ്ങൾ അത് വിട്ടേക്കാം, അതവിടെ കിടന്നോട്ടെ. നിങ്ങൾ കളഞ്ഞാലും കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ. കുറച്ചുകൂടെ പോയിട്ട് നമുക്ക് അത് പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാലോ, ടൈറ്റില്. അതായത് നമ്മുടെ എന്താ ടാബിന്റെ നെയിം വരാൻ വേണ്ടി, അതാണ് ഹെഡ് ക്ലോസ് ആയി. ഓക്കെ ആണല്ലോ. പിന്നെന്താ ഉള്ളത്, ബോർഡ്. ഈ ബോർഡിലാണ് നമ്മൾ കോഡ് എഴുതുക. അതായത് ഞാൻ ഇവിടെ വന്നിട്ട് H ആണ്, വെൽക്കം ടു ദ പേജ്, സേവ് ചെയ്യുന്നു ഒന്നല്ലോ. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ഒരു P ടാഗ് ഇട്ടു. അപ്പം P ടാഗിനിടയ്ക്ക് എനിക്ക് കുറെ ഡാറ്റ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെയെങ്കിലും പോയി കോപ്പി ചെയ്യണം ഇല്ലേ. നമ്മൾ ഇപ്പൊ ചുമ്മാ ടെസ്റ്റ് ചെയ്യല്ലോ, നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഡാറ്റ, അതായത് ഒരു ഡമ്മി ഡാറ്റ നമുക്ക് അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കോപ്പി ചെയ്യണം ഇല്ലേ. ആ P ടാഗ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡമ്മി ഡാറ്റ ആണെങ്കിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്യണം. പക്ഷേ VS Code ഉപയോഗിക്കാനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവിടെ വരിക, ലോറം എന്ന് ടൈപ്പ് ചെയ്യുക, ലോറം LOREM, എല്ലോ ടൈപ്പ് വേണ്ടി കിട്ടും. എൻ്റർ അടിച്ചാൽ കുറച്ച് ഡമ്മി ഡാറ്റ ഓട്ടോമാറ്റിക്കലി വന്നോളും. കണ്ടോ, ഞാൻ ഇത് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇത് വേണം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കോപ്പി ചെയ്തിടാം. കണ്ടോ, അതാണ് ലോറം. ഓക്കെ, ഇത്രയും ചെയ്തേ. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ, Shift+1, അതായത് എക്സ്ക്ലമേഷൻ മാർക്കിന് വേണ്ടിയാ, എൻ്റർ അടിക്കുക, അപ്പൊ അത് കിട്ടും. ട്രൈ നോക്കുക.
ഹലോ ഹലോ ആ ആ ആ ആ ആ ആ ആ ആ ഉം. ആ ആ ആ. അപ്പം ഇതിപ്പം കമ്പനി ചെയ്ത പ്രോജക്റ്റിലും മതിയോ? ആഹാ. അതില്ലായിരിക്കും. അപ്പൊ ഞാൻ ചെയ്ത പ്രോജക്റ്റ് ഇപ്പൊ ഇതുവരെ അപ്പായിട്ടില്ല. അത് ഡെബിൽ കിടക്കുക. അപ്പൊ അത് നമ്മൾ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതല്ല, ഇപ്പൊ ഞാൻ കമ്പനി വർക്ക് ചെയ്തപ്പോൾ ചെയ്ത പ്രോജക്റ്റ് ആണ് ഈ കൾച്ചർ ബി ലാബ് എക്സ്ചേഞ്ച് ഒക്കെ. അതൊന്ന് അടി നോക്ക്. ആ, ഞാൻ അത് അയക്കാം. ഞാൻ വാട്സാപ്പ് ഇട്ടാ മതി. ഞാൻ ക്ലാസ് ഇരിക്കുമായിരുന്നു. എന്റെ ആണോ? അല്ല, ഞാൻ ഇല്ലില്ല, ഞാൻ അത് ഞാൻ റെസ്യൂമേ വെച്ചിട്ടില്ല ഈ പ്രോജക്റ്റ്. ഞാൻ അവിടെ കയറിയിട്ടല്ലേ, അവിടെ അല്ലേ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ കയറിയപ്പോൾ ഉള്ള റെസ്യൂമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്തില്ല. ആ ആ ചെയ്തത്. ഒരു സെക്കൻഡേ.
ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെ CSS ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം HTML നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? പേജ് സ്ട്രക്ചർ ചെയ്യാൻ HTML. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തിനാണ് CSS ആഡ് ചെയ്യുന്നത് നോക്കാം ഇനി. ഓക്കെ, CSS നോക്കാം നമുക്ക്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. അതായത് HTML ഡാറ്റ സ്ട്രക്ചർ ചെയ്യാനാണെങ്കിൽ CS നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന്റെ ലുക്കും ഫീലും എല്ലാം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ കളർ, ഫോണ്ട്, ലേഔട്ട്സ്, കാര്യങ്ങൾ ഇതെല്ലാം മാറ്റാൻ വേണ്ടി നമുക്ക് CSS ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അതെ ഈ ഒരു പിക്ചർ നോക്കിയേ. HTML പറഞ്ഞാൽ എന്താ? അതിന്റെ സ്ട്രക്ചർ ആണ്, ആ ഡേറ്റയുടെ സ്ട്രക്ചർ. പക്ഷെ അതിനെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നു? അതായത് ഇപ്പൊ ഫോണ്ട് മാറ്റി, കളറ്, അങ്ങനെ അതായത് എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റൈൽ ഫുള്ള് കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് CSS ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ ആണ്. ഇപ്പൊ നമ്മളൊരു എന്താ ഒരു ഉണ്ടാക്കിയിട്ടാൽ അത് എവിടെ ഇരിക്കുക? ലെഫ്റ്റ് സൈഡിൽ. നമുക്ക് അതിനെ എങ്ങോട്ടും മൂവ് ചെയ്യണം. ഇതിനെല്ലാം നമ്മൾ ആരെ യൂസ് ചെയ്യുക? CSS ആണ് യൂസ് ചെയ്യുക. അതിന്റെ ലേഔട്ട് മാറ്റാന്, കളറ്, സൈസ്, ഷേപ്പ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് CSS ഉപയോഗിച്ച് മാറ്റാം. ഓക്കെ ആണല്ലോ. എന്നാലേ എന്ത് ചെയ്യുള്ളൂ? ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. നോക്കിയേ, ഇത് തന്നെ നോക്കിയേ, ഈ വെബ്സൈറ്റിൽ നോക്കാം. ഇവിടെ നോക്കി, ഇതിന് കളർ ഉണ്ട് അല്ലേ? ഇതിങ്ങനെ എന്താ പല സ്ഥലത്താണ് ഇരിക്കുന്നത്, ലേഔട്ട് എല്ലാം വ്യത്യാസമാണ് ഇല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ CSS ഉപയോഗിക്കണം. നമ്മൾ HTML ഉപയോഗിച്ച് ഇതുവരെ ചെയ്തത് എന്താ? ചുമ്മാ കുറെ ഡാറ്റ കിട്ടും, അത്രേ ഉള്ളൂ. അതിന്റെ ഭംഗിയോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? CSS ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ, ഫുൾ ഫോം നോക്കിയേ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. വായിച്ചു നോക്കിയേ. ഓക്കെ, ഒരു HTML പേജിലേക്ക് നമുക്ക് 3 രീതിയിൽ CSS ആഡ് ചെയ്യാം. ഓക്കെ, ഒരു HTML പേജിലേക്ക് നമ്മൾ 3 രീതിയിൽ, അതാണ് ഇൻലൈനും, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇതാണ് 3 രീതി. ചിലപ്പോൾ ഇന്റർവ്യൂ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നോട് ചോദിച്ചുള്ള ക്വസ്റ്റനാണ് ഏതൊക്കെ രീതിയുണ്ട് CSS. നമ്മളിപ്പം HTML ഫുള്ള് പഠിച്ചിട്ട് പോയാലും ചിലപ്പോൾ നമ്മളിപ്പം മെയിൻ സ്റ്റാക്കിന് ഇന്റർവ്യൂ ആണെന്ന് വെച്ചാൽ പോകുന്നത്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മെയിൻ സ്റ്റാക്കിൽ നിന്ന് തന്നെ ചോദിക്കാനുണ്ടാവും, റിയാക്ട് ചെയ്യുന്നതും നോടുന്നൊക്കെ. ചിലപ്പോൾ CSS നോക്കുന്ന ചിലപ്പോൾ ഇതായിരിക്കും, ഏതൊക്കെ രീതിയിൽ ആഡ് ചെയ്യാം. നമ്മുടെ ആ ഒറ്റ ഉത്തരത്തിൽ നിന്ന് അവർ മനസ്സിലാക്കാം, ഓക്കെ നമുക്ക് അറിയാം ഇല്ലേ? അപ്പൊ എല്ലാം പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ ഇതും ചോദിക്കാം. അപ്പൊ 3 രീതിയിലാണ് ആഡ് ചെയ്യുക. ഒന്നെന്താ? ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS ഇല്ലേ? നമ്മൾ 3 പഠിക്കും. ഓക്കെ, നമ്മൾ ആദ്യം കുറച്ച് കാലത്തേക്ക് നോക്കാൻ പോകുന്നത് ഇന്റേണൽ CSS ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇന്റേണൽ CSS ഉപയോഗിച്ചിട്ട് എങ്ങനെ HTML പേജിലേക്ക് CSS ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി അത് പഠിക്കുമ്പോൾ ഞാൻ പറയാം എന്താണ് വ്യത്യാസം എന്നൊക്കെ. തൽക്കാലം ഇന്റേണൽ CSS മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ നമുക്കൊരു പേജിലേക്ക് CSS ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് അതിന്റെ സ്റ്റൈലോ കളറോ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ CSS ആഡ് ചെയ്യണം. അതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഹെഡ് ടാഗ് ഇല്ലേ, ഹെഡ് ടാഗിലേക്ക് വരിക. എന്നിട്ട് ഹെഡ് ടാഗിനകത്ത് എവിടെയെങ്കിലും, ഹെഡ് ടാഗിന്റെ ചൈൽഡ് ആയിട്ട് എവിടെയെങ്കിലും നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിന് ഇടയ്ക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഈ CSS ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ CSS എഴുതുന്ന സിന്റാക്സ് ഡിഫറെന്റ് ആണ്, HTML പോലെ അല്ല. ഓക്കെ, പക്ഷെ ഇത് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഇതിന് പറഞ്ഞ പേരാണ് ഇന്റേണൽ CSS. ഓക്കെ ആണല്ലോ. അപ്പൊ എന്റെ ആവശ്യം എന്ന് വെച്ചാൽ ആ H1 ടാഗിന്റെ കളറാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എഴുതുന്ന സിന്റാക്സ് നോക്കിക്കോണേ. സെക്കൻഡ്. ഓക്കെ ഓക്കെ, നോക്കിക്കോ. നമ്മൾ ആദ്യമേ നമുക്ക് ഏത് ടാഗിന്റെ സ്റ്റൈലാണ് മാറ്റേണ്ടത്? H1 ടാഗിന്റെ കളറാണ് മാറ്റേണ്ടത് ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റൈൽ വരിക, H1 എന്ന് കൊടുക്കുക. ഓക്കെ, അതായത് നമുക്ക് ഏത് ടാഗിന്റെ സ്റ്റൈലാണ് മാറ്റേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കുന്നത്. ഏത് ടാഗ് എന്നുള്ളതാണ്. ഇപ്പൊ H1 ടാഗ്. ഓക്കെ, ഇനി ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. സിന്റാക്സ് നോക്കിക്കോണേ. H1 ടാഗ് എഴുതുക, എന്നിട്ട് സ്പേസ് ഒന്നും വേണ്ട, സ്പേസ് ഇട്ടാലും കുഴപ്പമില്ല. ഈ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത്
കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റൈലും, ഇപ്പൊ സ്റ്റൈൽ എന്ന് പറഞ്ഞ കീ വാല്യൂ പെയർസ് ആയിട്ടാണ് നമ്മൾ എഴുതുക. കളറ് ഇല്ലേ, അതിന്റെ വിഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതുന്നത് ഇങ്ങനെ കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം എഴുതാൻ പോകുന്നതാണ്. എനിക്ക് അതിന്റെ കളർ മാറണം. CS ന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയത്തില്ലേ ഇപ്പൊ കളർ, അത് തന്നെയാണ് അതിന്റെ കീ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ആദ്യം കളർ മാറ്റാം. അതിനുള്ള കീ ആണ് കളർ. ഇത് നമ്മൾ പറയുന്ന പേര് പ്രോപ്പർട്ടീസ് എന്നാണ്. CSSലുള്ള പ്രോപ്പർട്ടീസ്. അപ്പം H1 ടാഗിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിന്റെ കളർ. നമുക്ക് എന്ത് ചെയ്യാം, കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആഡ് ചെയ്യാം, എന്നിട്ട് അതിന് വാല്യൂ കൊടുക്കാം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് കളേഴ്സ് ആക്ച്വലി വരും. നമുക്ക് ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുന്നു റെഡ്. സേവ് ചെയ്യാം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂസ് കോഡ് വരുന്ന. അപ്പം ഇവിടെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. തൽക്കാലം വിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കളർന്ന് കൊടുത്തു, റെഡ് എന്ന് കൊടുത്തു വാല്യൂ. ഓക്കെ, ഇനി ഞാൻ ഇപ്പുറത്ത് വന്നു, ഞാൻ റിഫ്രഷ് ചെയ്യുന്നു. കണ്ടോ, അതിന്റെ കളർ മാറി. എനിക്ക് ഇനി പി ടാഗിന്റെ കളർ മാറ്റണം. എന്ത് ചെയ്യാം, ഇവിടെ കോമയൊന്നും വേണ്ട, ഈ ഒരു സാധനം ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തല്ലോ, അതിനുശേഷം അടുത്ത പി എഴുതാം. കളർ ഓറഞ്ച്. കണ്ടോ, ഇത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് ഒരു നമ്മൾ ആദ്യം പഠിച്ച പ്രോപ്പർട്ടിയാണ് കളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് എഴുതുന്ന നോക്കിക്കോ. ആദ്യമേ നമ്മൾ പ്രോപ്പർട്ടിയുടെ പേര് കൊടുക്കുക, ഒരു കോളൻ കൊടുക്കുക. ഓക്കെ, വാല്യൂ കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. സെമിക്കോളൻ മീൻസ് ഇത് എൻഡ് ആയി. ഓക്കെ, അപ്പൊ ഇത് നിർബന്ധമാണ് സെമിക്കോളൻ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ആ പ്രോപ്പർട്ടിയുടെ പേര്, ഒരു കോളൻ, കോളൻ കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ, കോഡ്സ് ഒന്നും വേണ്ട, വെറുതെ വാല്യൂ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ഇനി എനിക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം. അപ്പം അടുത്ത പ്രോപ്പർട്ടി, പിന്നെ അതിനകത്ത് തന്നെയാണ് എഴുതുക. വെച്ചുകൊണ്ട് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റേണ്ടത്. ഓക്കെ, സെമിക്കോളൻ കഴിഞ്ഞ ശേഷം എൻ്റർ അടിക്കുക. ഇവിടെ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ട് വാക്ക് വരില്ലേ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോണ്ട് സൈസ് എന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പൊ രണ്ട് വാക്ക് വരുമ്പോൾ ആദ്യമേ ആദ്യത്തെ വാക്ക് ഒരു ഐഫൻ, രണ്ടാമത്തെ വാക്ക്, ഇങ്ങനെയാണ് എന്താ മിക്കവാറും കാണുക. ഇവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറാണ് വേണ്ടത്, അതിനുള്ള പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് ഗ്രീൻ കൊടുക്കുന്നു. അപ്പം ആ H1 ടാഗിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആവും. റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പൊ ഇവിടെ നോക്കി H1 ടാഗിന്റെ ടെക്സ്റ്റ് ഇത്ര ഉള്ളെങ്കിലും ടാഗ് ഇത്ര ഉണ്ട്. അതൊന്ന് നോക്കാം. തൽക്കാലം നിങ്ങൾ CS മാത്രം നോക്കാം. എന്തുകൊണ്ട് ഇത് ഇത്രയും സ്പേസിൽ വരുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മനസ്സിലായത്? എനിക്ക് പി ടാഗിന്റെ കളറാണ് മാറ്റണമെങ്കിലോ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റണമെങ്കിലോ എന്ത് ചെയ്യണം? അതിന് എന്ത് ചെയ്യുക, ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യുക, ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ബ്ലാക്ക് കൊടുക്കുന്നു. റിഫ്രഷ് ചെയ്യാം. കണ്ടോ, മനസ്സിലായത്? ഓക്കെ, ചെയ്ത് നോക്കിയേ.
നിങ്ങളുടെ സ്റ്റേ ആണോ ഒന്നൊരു പോയിരുന്നോ? രണ്ടുപേരും എത്ര മണിക്ക് ട്രെയിനൊക്കെ? ട്രെയിൻ എപ്പോഴാ? ട്രെയിനാണോ അതെ? വീട് എവിടെ നിങ്ങള്? മലപ്പുറം. നീ പോയി വരുവാണോ മലപ്പുറത്ത്? നീയോ? അതെവിടെ? കോട്ടയം ബോർഡർ. ആ അപ്പൊ അടുത്തല്ലേ? ഓക്കെ ചെയ്തത്. ഓക്കെ ഉയരണം നോക്കാം. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ ഇതിന്റെ കളർ മാറ്റുന്നു വെച്ചോ. ഞാൻ ഇതിന്റെ കളർ റെഡിൽ നിന്ന് ഓറഞ്ച് ആക്കി ഇല്ലേ? എന്നിട്ട് ഇപ്പുറത്ത് വന്നു, ആ ചേഞ്ച് വന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? റിഫ്രഷ് ചെയ്യണം. അപ്പോൾ ഇത് എപ്പോഴെപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ വലിയ സൈറ്റൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇവിടെ ചേഞ്ച് വരുത്തുക, ഇപ്പുറത്ത് വരിക, റിഫ്രഷ് ചെയ്യുക, ചേഞ്ച് വരുത്തുക, റിഫ്രഷ് ചെയ്യുക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ VS കോഡ് തന്നെ VS കോഡ് തന്നെ നമ്മൾ എന്താ വെച്ചാൽ ഒരു എക്സ്റ്റൻഷൻ, അതായത് നമ്മൾ ക്രോമിലൊക്കെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യില്ലേ, അതുപോലെ VS കോഡിന് നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ലൈവ് സെർവർ. അപ്പൊ എക്സ്റ്റൻഷൻ എവിടെ നിന്ന് എടുക്കണം എന്ന് ചോദിച്ചാൽ നെറ്റ് വേണം നിങ്ങൾക്ക്. ഇത് ഇവിടെ കണ്ടോ ഒരു ബോക്സ് ഉണ്ടോ? എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ചെയ്തോ? അപ്പൊ ഇവിടെ സെർച്ച് ചെയ്യാനൊരു ബോക്സ് വരും മുകളിൽ, സെർച്ച് എക്സ്റ്റൻഷൻസ് ഇൻ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? അവിടെ വരിക. എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക, ഒരു എക്സ്റ്റൻഷൻ ആണ് ലൈവ് സെർവർ. അതെ, റിട്വിക് ഡേ എന്ന് പറഞ്ഞ ഒരാളുടെ ലൈവ് സെർവർ വരും. വന്നോ? പേര് നോക്കി താഴത്തെ റിട്വിക് ഡേ അല്ലേ? ഇൻസ്റ്റാൾ കൊടുക്കുക. നിങ്ങൾക്കൊരു ഇൻസ്റ്റാൾ ബട്ടൺ കാണും അവിടെ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കാണ്. ഓക്കെ, ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ആയത്? ഓക്കെ, ഇനി നിങ്ങൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ ക്ലോസ് ചെയ്തേക്കാം, അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഇപ്പൊ എനിക്ക് ഈ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ചോ, ഈ രണ്ടാമത്തെ ഫയല്. ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ വരും, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഓപ്പൺ ആയില്ലെങ്കിൽ നിങ്ങൾ ബ്രൗസർ എടുത്ത് നോക്കിയാൽ മതി, അവിടെ കാണും സാധനം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ നോക്കിയോ, ഞാനിപ്പം ലൈവ് സെർവർ വെച്ചാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നേരെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തല്ല, നേരെ പോയിട്ട് ക്ലിക്ക് ചെയ്തല്ല ഓപ്പൺ ചെയ്തത്. സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ അല്ല ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. എന്താ ചെയ്തേ? നമ്മൾ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന്റെ കളർ പിന്നെയും ഇപ്പൊ നോക്കിയാൽ ഓറഞ്ച് അല്ലേ? ഞാൻ ഇതിന്റെ കളർ റെഡ് ആക്കാണ്. ഓക്കെ, റെഡ് ആക്കിയിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രൗസർ ആ പേജിനെ റീഫ്രഷ് ചെയ്യും. അതായത് കണ്ടോ, ഓട്ടോമാറ്റിക് മാറിയുണ്ട്. അപ്പൊ ഞാൻ ആ ഗ്രീൻ മാറ്റാം, ബ്ലാക്ക് ആക്കാം. സേവ് ചെയ്യുന്നു. ഞാൻ ഇവിടെ സേവ് ചെയ്ത അപ്പൊ തന്നെ എന്ത് ചെയ്യും? മാറും. മനസ്സിലായത്? ഓക്കെ, ട്രൈ നോക്കിയേ. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ.
സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി അടുത്ത പ്രശ്നം നിങ്ങൾ നോക്കിയായിരുന്നോ? സേവ് ചെയ്ത് നോക്കിയായിരുന്നോ? ഓട്ടോമാറ്റിക്കലി ആവുന്നില്ലേ? സ്റ്റോപ്പ് ചെയ്യാം.